മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രിക്കെതിരെ തെളിവില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് മടക്കി ക്രൈംബ്രാഞ്ച് മേധാവി. അന്വേഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് തള്ളി. പ്രസംഗം ചിത്രീകരിച്ച ഫോൺ കണ്ടെത്താനായില്ലെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചത്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും സജി ചെറിയാന് അനുകൂലമായിരുന്നു. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, ഈ പ്രസംഗം എല്ലാവരും കേട്ടതാണ്. പിന്നെ എന്ത് തെളിവാണ് ക്രൈംബ്രാഞ്ചിന് ആവശ്യമായി വന്നത്? ആ ചിത്രീകരിച്ച ഫോൺ കിട്ടിയില്ല എന്നതാണോ കാരണമായി പറയുന്നത്? ആ ഫോൺ കിട്ടിയില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിൻ്റെ അക്കൗണ്ട് അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ വീഡിയോ നൽകിയിരിക്കുന്ന അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത് ഇതുവരെയും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിച്ച് ഏതാനും ദിവസമായിരുന്നു. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് ഈ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത്. കാരണം അന്വേഷണം കാര്യക്ഷമമായി അല്ല നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തിനുള്ളത്. പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാത്തത് അത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് അന്വേഷണ സംഘം ആദ്യം ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇനി ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സൈബർ ടീമിന്റെ സഹായത്തോടെ വീണ്ടെടുക്കുന്നതിനും പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അത് ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ സംഘത്തെ തന്നെ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളും ന്യായീകരണങ്ങളും ഒക്കെയാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘവും നടത്തിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രസംഗം ചിത്രീകരിച്ചിരിക്കുന്ന ഫോൺ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നുള്ളതും ഒക്കെ ആണ് ഒരു വാദമായി പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം വിചിത്രമാണെന്ന് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടും തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കപ്പെടേണ്ടത് മന്ത്രിയെ സഹായിക്കാൻ വേണ്ടി ഈ സംഘവും ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എത്രത്തോളം കാര്യക്ഷമമായി ഈ അന്വേഷണം ഈ ടീം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു സംശയം കൂടി ജനിപ്പിക്കുന്നതാണ് അവരുടെ ഈ കണ്ടെത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പോലീസും ഇത്തരത്തിൽ മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരുന്നത്. അതിനുശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിന് അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നത്. ആ സംഘമാണ് ഇത്തരത്തിൽ വിചിത്രമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രസംഗം പൊതുജന മധ്യത്തിൽ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ അത് കാണാൻ സാധിക്കും, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ തെളിവില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഏതായാലും ആ പ്രസംഗം ഒന്നുകൂടി നമുക്ക് കേൾക്കാം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് അദ്ദേഹം ഈ കുന്തവും കുടച്ചക്രവും ഒക്കെ പറഞ്ഞ് ഭരണഘടനയെ കളിയാക്കുന്ന പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും അങ്ങനെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അങ്ങനെ ഒരു മന്ത്രി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ തെളിവില്ല എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നത്. അതിനു മുമ്പ് പോലീസും ഇതേ റിപ്പോർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സജി ചെറിയാനെതിരെ തെളിവില്ല എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി അത് മടക്കുന്നതിലേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സിജോ എത്തിയത്? ഒരുപക്ഷെ സർക്കാർ സജിക്ക് പിന്തുണ നൽകുന്നുണ്ടാകാം അല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അത് ബോധ്യപ്പെടാത്തത്? ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും കോടതിയുടെ പ്രതികരണം എന്നുള്ളത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സ്വാഭാവികമായും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് മേധാവി ഈ റിപ്പോർട്ട് മടക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രസംഗം ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് അദ്ദേഹം പോലും അത് നിഷേധിക്കുകയും ചെയ്യുന്നില്ല. അദ്ദേഹം അതിന് പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറയുന്നത് താൻ അതല്ല ഉദ്ദേശിച്ചത്, വളച്ചൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുക്കുകയൊക്കെയാണ് എന്നുള്ളത് ചില വിശദീകരണമാണ്
സജി ചെറിയാൻ അന്നും ഇന്നും നൽകിയിട്ടുള്ളത്. പക്ഷേ പ്രസംഗം അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഇത് എം.വി. ഗോവിന്ദനൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഇത് AI ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അന്ന് സജി ചെറിയാൻ പോയിട്ടില്ല. അപ്പോൾ അതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പിന്നെ എന്താണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്? ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നത്, ഈ ഫോൺ കണ്ടെത്തുക എന്നുള്ളതും. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുക എന്നുള്ളത് വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ഈ പറയുന്നത് പോലെ സൈബർ ടീമിന്റെ സഹായം തേടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവി പറഞ്ഞിരിക്കുന്നത് ഇതത്ര കാര്യക്ഷമമായിട്ടല്ല അന്വേഷണം നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള നടപടികൾ സൈബർ ടീമിന്റെ സഹായത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി നല്ല സുതാര്യമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ റിപ്പോർട്ട് കോടതിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കോടതി അപ്പോഴെടുത്ത് ചവിട്ടുകുട്ടയിലോട്ട് എറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു അപകടം പറഞ്ഞതുപോലെ കോടതിയിൽ ചവിട്ടുകുട്ടയിലേക്ക് എറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം പിന്നീട് വിചാരണ വേളയിൽ ഈ കുറ്റം തെളിയിക്കേണ്ടതുണ്ട്. കുറ്റം തെളിയിക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ അത്യാവശ്യവുമാണ്. പക്ഷേ ഈ പ്രസംഗം അപ്ലോഡ് ചെയ്ത അക്കൗണ്ട് തന്നെ കാണാനില്ല, ആ മൊബൈൽ കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. ഇത് രണ്ടുമില്ലാതെ ഈ കേസ് തെളിയിക്കാൻ എങ്ങനെയാണ് പോലീസിന് സാധിക്കുക? തീർച്ചയായും ഇത് രണ്ടും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഫോൺ കണ്ടെത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടൊക്കെ റിക്കവർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇതൊന്നുമില്ലാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് കേസ് നിലനിൽക്കുകയില്ല. പക്ഷേ അവിടെ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് എന്തിനാണ് അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഒരു ടീമിനെ തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ഈ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫോൺ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതുണ്ടെങ്കിൽ ഫോൺ റിക്കവർ ചെയ്യാനുള്ള അത് വീണ്ടും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. ഒരു പക്ഷേ ഈ പറയുന്ന ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ആളുകൾ ആ ഫോൺ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം അതിന് IT വിദഗ്ധരുടെയോ സൈബർ വിദഗ്ധരുടെയോ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അത് റിക്കവർ ചെയ്യാനും അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനും എന്ന് പറയുന്നത് അത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് പക്ഷേ അതിനുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും ഈ അന്വേഷണ സംഘം പോയിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതൊക്കെ ചെയ്യേണ്ടത് തന്നെ അല്ലേ എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിന് നേരെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് മേധാവി ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന കൂടുതൽ ആളുകളെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു സംഘത്തെ ഏൽപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും എന്തായാലും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ റിപ്പോർട്ട് തന്നെ നിലനിൽക്കില്ല എന്നുള്ളത് കാര്യം മനസ്സിലാക്കിയാണ് അദ്ദേഹം എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. യെസ്, അതെ, ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിൽ തെളിവില്ല എന്നുള്ളതാണ്. കുന്തവും കുടച്ചക്രവും തെളിവും ഒന്നുമില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. പക്ഷേ അത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി തള്ളിയിരിക്കുകയാണ്.